ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ ആലിയ കട്ട് ചുരിദാറിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ആദ്യമേ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് നെക്കാണ്. അപ്പോൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. ഇതിന് 8 ഇഞ്ച് ഇറക്കവും 14 ഇഞ്ച് വീതിയാണ് വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ നെക്കിനേക്കാൾ ഒരു ഇച്ചിരി കൂടുതലുണ്ട് ക്ലോത്ത്, അത്രേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നല്ല വശങ്ങൾ പരസ്പരം ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് വീതിയിൽ അതിൻ്റെ അറ്റത്ത് കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ തയ്യൽ തുമ്പ് വിട്ടിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ സ്റ്റിച്ചിൽ കയറി ഒരിക്കലും കട്ട് ചെയ്യരുത്. ഇതുപോലെ അതിൻ്റെ എഡ്ജസിലൂടെ നല്ല കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നല്ല പതിപ്പിച്ചടിച്ചാൽ മാത്രമേ നെക്ക് നല്ല ഭംഗിയായിട്ടിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇടക്കിടക്കായിട്ട് ചെറിയ കട്ടിങ് കൊടുക്കുക. നമ്മൾ ചെറിയ കട്ടിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് നമുക്ക് തിരിച്ചിടാൻ പറ്റുന്നതാണ്. ഇതുപോലെ എഡ്ജസ്റ്റ്, അതായത് തയ്യലിൽ കൊള്ളരുത് കേട്ടോ, തയ്യലിൽ കൊള്ളാത്ത രീതിയിൽ എടുക്കുക. അതിനുശേഷം ഇതുപോലെ വിതത്ത് വെച്ചിട്ട് ആ തയ്യൽ തുമ്പിൻ്റെ പുറത്ത് കൂടി, അതായത് നമ്മൾ അകത്തൊരു ക്ലോത്ത് വെച്ചിട്ടില്ല, അതിൻ്റെ പുറത്ത് കൂടി ജസ്റ്റ് ഒന്ന് പതിപ്പിച്ചടിക്കുക. നന്നായിട്ട് ആ ഒരു ഷേപ്പ് കറക്റ്റ് നിൽക്കാനായിട്ട് അങ്ങനെ പതിപ്പിച്ചടിക്കുന്നതിൽ കറക്റ്റായിട്ടിരിക്കും. ഓക്കെ, ഇതുപോലെ പതിപ്പിച്ചടിച്ചതിന് ശേഷം നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഉള്ളിലേക്ക് ആ ക്ലോത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് നമുക്ക് ആ നെക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ തന്നെ കിട്ടും. ഇപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുകൂടി ഒന്നുകൂടി പതിച്ചടിക്കുമ്പോൾ, അതായത് പുറമേ നമ്മൾ ഒന്നുകൂടി അടിക്കുമ്പോഴേക്കും ക്ലിയർ ആവും. പക്ഷേ ഇപ്പോൾ അടിക്കുന്നില്ല, നമ്മൾ ബാക്ക് നെക്കും അടിച്ച് അതിൻ്റെ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ പതിച്ചടിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ബാക്ക് നെക്കും ഒരു ക്ലോത്ത് കൊണ്ട് എടുത്തിട്ട്, അതായത് നമ്മുടെ നെക്കിനേക്കാൾ വീതിയുള്ള ക്ലോത്ത് എടുത്തിട്ട് നല്ല വശങ്ങൾ ചേർത്ത് വെക്കുക. നമ്മൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ട് എക്സ്ട്രാ ഉള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിനെ ഇങ്ങനെ നിവർത്തിയിട്ടതിന് ശേഷം ആ തയ്യൽ തുമ്പിൻ്റെ പുറത്ത് കൂടി, അതായത് നമ്മൾ അകത്തിട്ട ക്ലോത്തില്ലേ അതിൻ്റെ പുറത്ത് കൂടി ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടത്തക്ക രീതിയിൽ പതിച്ചടിക്കുക. പതിച്ചടിച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പീസ് ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പീസ് ഇതുപോലെ അതിൻ്റെ പുറത്തേക്ക് വയ്ക്കണം. പതിച്ചടിച്ചിട്ട് ചെയ്യാവുള്ളൂ കേട്ടോ. ഇതുപോലെ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് വയ്ക്കുക. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ നമ്മളകത്തേക്ക് വയ്ക്കുന്ന എക്സ്ട്രാ ക്ലോത്തില്ലേ അതിൻ്റെ സ്റ്റിച്ചിങ് കറക്റ്റ് ഒരേപോലെ തന്നെ വരുന്ന രീതിയിൽ വയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിനെ മടക്കി അടിച്ചെടുക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇതുപോലെ കറക്റ്റായിട്ട് ഷോൾഡർ വെച്ചിട്ട് ഷോൾഡർ തയ്ക്കുക. 2 ഷോൾഡറും തയ്ച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എക്സ്ട്രാ ക്ലോത്തിനെ നമുക്ക് ഉള്ളിലേക്ക് മടക്കിയെടുക്കാം. ഇതുപോലെ കറക്റ്റായിട്ട് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് പതിച്ചടിക്കണം. ഇതിൻ്റെ എഡ്ജസിലൊക്കെ കൂടി കൃത്യമായിട്ട് ഒന്ന് പതിച്ചടിക്കുക. പതിച്ചടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അവിടെ ഇവിടെ ഒന്ന് ചുളുങ്ങി നിൽക്കരുത് കേട്ടോ. നല്ല കറക്റ്റായിട്ട് വെച്ച് പതിച്ചടിക്കുക. അതിന് ശേഷം നമുക്ക് ആ എക്സ്ട്രാ വരുന്ന പീസിന് ജസ്റ്റ് ഒന്ന് മടക്കി ഹെമ്മിങ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കണ്ടില്ലേ, നല്ല കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും. ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അവിടെ കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ ഒരു വൃത്തികേടായിരിക്കും. നമ്മളിപ്പോൾ പതിച്ചടിച്ചിട്ടുണ്ട്. നല്ല കൃത്യമായിട്ട് നമുക്ക് പതിച്ച് നല്ല നീറ്റായിട്ട് നമുക്ക് നെക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ഫ്രണ്ട് പീസ്, നമുക്ക് ബാക്ക് പീസും കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ താഴത്തേക്കുള്ള വശം ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ബാക്ക് പീസാണ് എടുക്കുന്നത്, ഫ്രണ്ട് അത് കഴിഞ്ഞിട്ട് ചെയ്യാം. ആദ്യം നമ്മൾ ബാക്ക് പീസാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്ക് പീസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിനെ ഫ്രില്ലിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ പുറത്ത് കൂടി ഒരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക. ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നമുക്ക് ആ ഒരു ഏതെങ്കിലും ഒരു സൈഡിൽ ഒരു നൂലെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക. ഇപ്പോൾ വലിച്ചു കൊടുക്കുന്ന സമയത്ത് അവിടെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഫോം ചെയ്തോളും. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഫ്ലീറ്റ്സുകൾ കിട്ടുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പതുക്കെ നൂല് ധൃതി പിടിച്ച് വലിക്കരുത്, വലിച്ചാൽ നൂല് പൊട്ടിപ്പോവും. പതുക്കെ വലിച്ച് ഫ്രില്ലുകൾ കറക്റ്റ് ചെയ്യുക. ഇതുപോലെ ആയിരിക്കും കിട്ടുന്നത്. എന്നിട്ട് നമുക്കിത് നല്ല വശവും ചേർത്ത്, ഇത് ബാക്ക് പീസാണ്, നല്ല വശവും ചേർത്ത് നമുക്ക് തയ്ച്ചെടുക്കാം. തയ്ച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുന്നത്. കണ്ടില്ലേ, ഇത് നമ്മുടെ ബാക്ക് പീസാണ്. ഇനി നമുക്ക് ആ ഒരു തയ്യൽ തുമ്പ് മുകളിലേക്ക് വെക്കണം. താഴത്തേക്ക് വെക്കരുത്, മുകളിലേക്ക് വെച്ചിട്ട് ഒന്ന് പതിച്ചടിക്കുക. അപ്പോൾ നല്ല ക്ലിയറായിട്ട് നല്ല ഉറപ്പോടു കൂടി തന്നെ ഇരിക്കും. നല്ല ഭംഗിയായിരിക്കും ആ ഫ്രിൽസ് എല്ലാം കാണാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പതിച്ചടിക്കുക. ഇനി നമ്മൾ ഈ ബാക്ക് പീസ് ചെയ്ത പോലെ തന്നെ
ഫ്രണ്ട് പീസും ആദ്യം ഫ്രില്ലിട്ടെടുക്കുക, എന്നിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. അപ്പോൾ ഫ്രില്ലിടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ മറ്റേ കോൺ പോലെ വെട്ടിയായിരുന്നല്ലോ, ആ വശത്താണ് നമ്മൾ ഫ്രില്ലിടുന്നത്. ഉണ്ടല്ലേ, ഇങ്ങനെ വരുന്ന വശത്താണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു നൂല് പിടിച്ച് വലിച്ച് ഫ്രില്ലുകൾ ഫോം ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പതിപ്പിച്ചടിച്ചാൽ മാത്രമേ ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആ പതിച്ചടിക്കുന്ന സമയത്ത് നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, അതും ഇങ്ങനെ മുകളിലേക്ക് തന്നെ ഇരിക്കണം. ഇല്ല എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞായിരിക്കണമെങ്കിൽ ആ ഒരു ഷേപ്പിനൊരു പെർഫെക്ഷൻ ഉണ്ടാവത്തില്ല. അപ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് മുകളിലേക്ക് നിൽക്കുന്ന രീതിയിലെടുത്തിട്ട് നമ്മളത് ഫുള്ളായിട്ട് പതിപ്പിച്ചടിക്കുക. നമ്മളത് പതിപ്പിച്ചടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഫ്രില്ലുകൾ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രില്ലുകൾ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ബാക്ക് പീസും അറ്റാച്ച് ചെയ്തു, ഫ്രണ്ട് പീസും അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്ലീവാണ്. അപ്പോൾ സ്ലീവ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കട്ടിങ് നോക്കി വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. ആ കട്ടിങ് വരുന്ന വശം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ അറ്റാച്ച് ചെയ്യണം. ആദ്യം നമുക്ക് ആ ഷോൾഡർ പിടിപ്പിച്ചില്ലേ, അവിടെ നിന്ന് തുടങ്ങി വേണം നമ്മൾ സ്ലീവ് പിടിപ്പിക്കാൻ. ഇങ്ങനെ ഇതുപോലെ അറ്റത്തേക്ക് തന്നെ വന്ന് കറക്റ്റായിട്ട് നമുക്ക് ഇരിക്കും. നമുക്ക് ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് താഴത്തേക്ക് വേണം അടിച്ചെടുക്കാനായിട്ട്. നമുക്കിതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ വലിയ വ്യത്യാസങ്ങളുണ്ടാകത്തില്ല. ചിലപ്പോൾ നമുക്ക് പോയിൻ്റ് 1-2 പോയിൻ്റ് വ്യത്യാസം ഉണ്ടാകും. അതിൽ കൂടുതൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ സ്ലീവ് എടുത്തത് കറക്റ്റായിട്ടില്ലെന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതുപോലെ എടുത്തതിന് ശേഷം നമുക്ക് ആ സ്ലീവിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചിട്ട് ആദ്യം ഒന്ന് മടക്കി അടിക്കുക, വീണ്ടും ഒന്ന് മടക്കി ഹെമ്മിങ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഹെമ്മിങ് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൻ്റെ നമ്മൾ നേരത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരളവിലൂടെ അടിച്ചിട്ട് താഴത്ത് വരെ അതിൻ്റെ അറ്റം വരെ അടിച്ചിട്ട് അറ്റത്ത് നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരത്തുള്ളൂ. അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെയിം നൂലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ കറക്റ്റായിട്ട് അത് എഡ്ജ് വരെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു 3 സ്റ്റിച്ച് എക്സ്ട്രാ കൊടുക്കണം. അപ്പോൾ ഇത് ഉൾവശമാണ് ഈ കാണുന്നത്, ഇത് ഫ്രണ്ട് പീസാണ്, നമ്മൾ നല്ല വശമാണിത്, ഇത് ഫ്രണ്ട് പാർട്ടാണ്, ഇത് ബാക്ക് പാർട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.